ദാരിദ്ര്യത്തിന്റെ തിരമാലകളിൽ മുങ്ങിത്താഴാറായ ഒരു മുക്കുവനുണ്ടായിരുന്നു. രാവന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ട് ജീവിതം മുന്നോട്ടു പോകാനാവാതെ അവൻ ദൈവത്തോട് വിലപിച്ചു. ദൈവമേ, എന്റെ ദുരിതത്തിന് ഒരു പരിഹാരം തരണേ. ദൈവം അയാൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു വള്ളം സമ്മാനമായി കൊടുത്തുകൊണ്ട് പറഞ്ഞു, മകനെ, നീ കടലിൽ പോയി പണിയെടുക്കുക. നിനക്കും ഒരു ദിവസം വരും. അന്ന് പൗർണമിയും പെരുമഴയും ഒരുമിച്ചെത്തുന്ന അപൂർവ നിമിഷത്തിൽ നിന്റെ വല നിറയെ സ്വർണ്ണ നാണയമായിരിക്കും ലഭിക്കുക. ദൈവം അവനെ അനുഗ്രഹിച്ചു. പുതിയ പ്രതീക്ഷയോടെ മുക്കുവൻ കടലിലേക്ക് പോയി. പക്ഷേ അയാൾക്ക് വലയിൽ കിട്ടിയത് സാധാരണ മീനുകൾ മാത്രം. പൗർണമിയും പെരുമഴയും ഒരുമിച്ചെത്തുന്ന ആ അപൂർവ നിമിഷം മാത്രം അകന്നു നിന്നു. കുടുംബത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടറിഞ്ഞ ഭാര്യ മുക്കുവനോട് ഉപദേശിച്ചു, ഇതെല്ലാം വെറും സ്വപ്നമാണ്. നമുക്ക് ഈ വള്ളം വിൽക്കാം. അതിന്റെ അറ്റകുറ്റപ്പണിക്ക് തന്നെ വലിയൊരു തുക വേണ്ടിവരും. ഭാര്യയുടെ വാക്കുകൾക്ക് വില കൽപ്പിച്ച മുക്കുവൻ പ്രതീക്ഷകൾ തകർന്ന് ദൈവം സമ്മാനിച്ച ആ വിലപ്പെട്ട വള്ളം കിട്ടിയ വിലയ്ക്ക് വിറ്റു. കുറച്ചു നാളുകൾ കഴിഞ്ഞ് പത്രവാർത്തകൾ കണ്ട് അയാൾ ഞെട്ടിത്തരിച്ചുപോയി. അപൂർവമായ കാലാവസ്ഥാ പ്രതിഭാസം. ഇന്നലെ പൗർണമി നാളിൽ അപൂർവമായ അതിതീവ്ര മഴ രേഖപ്പെടുത്തി. അതെ, താൻ കൈവിട്ട വള്ളത്തിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അയാൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. ഉടനെ അയാൾ തന്റെ പഴയ വള്ളത്തിന്റെ പുതിയ ഉടമസ്ഥനെ തേടി പിടിച്ചു. അതിന്റെ ഉടമസ്ഥൻ മുക്കുവനെ കണ്ടപ്പോൾ അത്ഭുതത്തോടെ പറഞ്ഞു, താങ്കൾ ഭാഗ്യം കൊണ്ടുവന്നയാളാണ്. ഈ വള്ളം നിറയെ ഇന്നലെ ഞങ്ങൾക്ക് സ്വർണ്ണ നാണയങ്ങളാണ് കിട്ടിയത്. അവർ പറഞ്ഞു, ഈ സ്വർണത്തിന്റെ പകുതി നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അവർക്ക് മുമ്പിൽ കൃതജ്ഞതയോടെ കൈകൂപ്പി പിടിച്ചു നിൽക്കണം എന്നത് ഇതുപോലുള്ള അതിജീവന പ്രഭാഷണങ്ങളിലെ മനോഹരമായ വാക്കും പ്രായോഗിക ജീവിതത്തിലെ ഏറ്റവും ദുർഘടം പിടിച്ച സത്യവുമാണ്. എല്ലാവരും കണക്കുകൂട്ടിയാണ് ഇറങ്ങുന്നത്. ഇത്ര സമയം, ഇത്ര പണം, ഇത്ര അധ്വാനം. പക്ഷേ ജീവിതം ഒരു കണക്ക് പുസ്തകമല്ല. മറ്റുള്ളവർക്ക് കിട്ടിയത് അതേ അളവിൽ നമുക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. തണലായി നിന്നവർ അപ്രത്യക്ഷരാകാം. പരാജിതനെന്ന മുദ്ര ചാർത്തപ്പെടാം. പക്ഷേ ശ്രമങ്ങൾ നിർത്തരുത്. സാധാരണ ശ്രമങ്ങൾക്ക് സാധാരണ വിലയേ ഉള്ളൂ. അസാധാരണ വിജയങ്ങൾക്ക് അസാധാരണ സഹനശക്തി വേണം. നിധി ഒരുപക്ഷെ ഒരു കൈ അകലത്തിലായിരിക്കും. നമ്മൾ കുഴിച്ച് ഉപേക്ഷിച്ച ഖനിയിൽ നിന്ന് മറ്റൊരാൾ നിധി കണ്ടെത്തുന്നത് കാണേണ്ടി വരുന്നതിനേക്കാൾ വലിയ വേദന വേറെയില്ല. ആ ഒരു ചിന്ത ഉള്ളിലെ ഊർജം കെടുത്താതിരിക്കട്ടെ. തുടരുക, മുന്നോട്ട് തന്നെ പോവുക, വീണ്ടും ശ്രമിക്കുക. വിജയം കാത്തിരിക്കുന്നത് ആ പിന്മാറാത്ത മനസ്സുകൾക്ക് മുമ്പിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമന്റുകളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്